നമസ്കാരം. അതിശക്തമായ ആക്രമണമാണ് ഹൂത്തികൾ അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ ഇപ്പോൾ നടത്തി വരുന്നത്. ഒരു ഭാഗത്ത് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുന്നു, വെടിനിർത്തൽ അത് പ്രാബല്യത്തിൽ വരുന്നു, വീണ്ടും കരാർ ലംഘിക്കുന്നു. ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ രൂക്ഷമായ യുദ്ധത്തിലേക്ക് വീണ്ടും കടന്നിരിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ ഹൂത്തികൾ അതിശക്തമായ ആക്രമണം അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ നടത്തിയിരിക്കുന്നു. അറബിക്കടലിൽ അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു യുദ്ധക്കപ്പലിന് നേരെയും ടാങ്കറിന് നേരെയും ഹൂത്തികൾ 17ഓളം മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ മിസൈലുകളെല്ലാം കപ്പലിൽ തന്നെ പതിച്ചു, കപ്പൽ തകർന്നുപോയി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനകത്തേക്ക് ഹൂത്തികൾ ഒരിക്കൽ കൂടെ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചിരിക്കുന്നു. ഈ മിസൈലിനെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിഞ്ഞു എന്നവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ആക്രമണത്തെ തുടർന്ന് നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്ന വാർത്തയും പുറത്തു വരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് ബങ്കറുകളിൽ അഭയം തേടുന്നതിനു വേണ്ടി ഓടിയ ഇസ്രായേലികൾ അവർ വീണും മറ്റുമൊക്കെയായി നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ അത് ഇസ്രായേലാണ് പ്രഖ്യാപിച്ചത്. 2 മാസത്തേക്ക് ഇനി വെടിവെപ്പില്ല, യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു 2 മാസത്തേക്ക് എന്ന് ഇസ്രായേൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഫ്രാൻസിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടുകൂടി യുദ്ധം അവസാനിക്കും, അവസാനത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്ന വാർത്തകൾ അത് നിരവധി മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും വിശുദ്ധ യുദ്ധം അവർ വിജയിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. എന്നാൽ ഇസ്രായേലിന്റെ വെടിനിർത്തൽ കരാർ അത് വിശ്വസിക്കാൻ കൊള്ളില്ല, അവരെ അംഗീകരിക്കാൻ കൊള്ളില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാകും, അതിനുവേണ്ടിയാണ് അവർ വെടിനിർത്തിയത്. അവർ ആ കരാർ പാലിക്കാൻ സാധ്യതയില്ല എന്ന നിലക്ക് തന്നെയായിരുന്നു ഹിസ്ബുള്ള അതിനെ നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ തൽക്കാലത്തേക്ക് വിജയം ഞങ്ങളുടെ പക്കലാണ്, ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു, വിശുദ്ധ യുദ്ധം വിജയിച്ചിരിക്കുന്നു, തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് ഇസ്രായേൽ വെടിനിർത്തിയത് എന്ന പ്രതികരണവും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ലബനോനിൽ നടന്ന ഒരു മരണാനന്തര ചടങ്ങിലേക്ക് ഇസ്രായേൽ വെടിയുതിർത്ത് ആദ്യം കരാർ ലംഘിച്ചത് ഇസ്രായേലാണ്. എന്നാൽ അതിന്റെ തുടർച്ചയായി ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഇപ്പോൾ അതിരൂക്ഷമായ പോരാട്ടം, ലബനോനിൽ നിന്നും അതിശക്തമായ ആക്രമണം ഇസ്രായേലിനകത്തേക്ക് വരുന്നു. ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേൽ സൈനികരും നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുപോലെ സിറിയയിൽ നടക്കുന്ന വിമതരുടെ ആക്രമണങ്ങൾ, വിമതർ ബഷർ അൽ അസദ് ഭരണകൂടത്തിനെതിരെ അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അലപ്പോ നഗരം പൂർണ്ണമായും അവരുടെ കസ്റ്റഡിയിലാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്നാൽ ഇവിടെ നോക്കി നിൽക്കില്ലെന്ന് റഷ്യയും അതുപോലെ തന്നെ ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഈ സിറിയയിലേക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു, സിറിയയിലേക്ക് അയച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. റഷ്യ ഇവിടെ സിറിയക്കൊപ്പം ചേർന്ന് വ്യോമാക്രമണം നടത്തി ഇവിടെ വിമത ഗ്രൂപ്പിലുള്ള ഒരു തീവ്രവാദിയെ കൊലപ്പെടുത്തി എന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ സിറിയൻ സൈനികർ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ടാങ്കുകളും അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങളും ഒക്കെ ഉയർത്തിക്കാണിച്ച് വിമത വിഭാഗം കൂടുതൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, അവർ ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും മറ്റൊരു ഭാഗത്ത് അത് തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ അമേരിക്കയും ഇസ്രായേലും അറിയാതെ വിമതപക്ഷം സിറിയയെ ആക്രമിക്കില്ല, സിറിയയിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അത് അമേരിക്കയും ഇസ്രായേലും നടത്തിയ ശ്രമങ്ങളുടെ വിജയമാണ്. അവർക്ക് മറ്റു വഴികളില്ല. മറ്റു ഭാഗങ്ങളിലൊക്കെ ഏറെക്കുറെ പരാജയം ഉറപ്പായപ്പോൾ ഹിസ്ബുള്ളയുടെ കേന്ദ്രം സിറിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി വിമതരെ കൂട്ടുപിടിച്ച് റഷ്യയുടെയും അതുപോലെ തന്നെ ഇറാന്റെയും ഒക്കെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സിറിയൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി അവർ നടത്തിയ നീക്കമാണ്. ഒരു വിലപേശലിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇവിടെ വിമതർക്കൊപ്പം തുർക്കി കൂടെ ചേരുന്നു. തുർക്കിയുമായി ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടി ഇറാനും റഷ്യയും തയ്യാറായിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിനും അമേരിക്കക്കും കടുത്ത മറുപടി തന്നെ ഇവിടെ വിമതപക്ഷത്തെ സഹായിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് ലഭിക്കും എന്ന ഒരു പ്രഖ്യാപനം, ഒരു ഭീഷണി ഇറാന്റെയും റഷ്യയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും സിറിയയിൽ അതിശക്തമായ ഒരു പോരാട്ടം, റഷ്യയും ഇറാനും ചേർന്ന് വിമതർക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ടം ഏത് നിമിഷവും അത് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഒരു കാരണവശാലും ബഷർ അൽ അസദ് ഭരണകൂടത്തിനെതിരെ, ആ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ താഴെയിട്ട് അട്ടിമറിച്ചുകൊണ്ട് വിമതർക്ക് ഭരണം പിടിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നീക്കവും അംഗീകരിക്കില്ല എന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ മറ്റൊരു ഭാഗത്ത് ഗസയിലെ പരാജയ ഭീതി, അതുപോലെ തന്നെ ഹിസ്ബുള്ളയുമായി ലബനോനിൽ നടത്തിയ യുദ്ധവുമായി ബന്ധപ്പെട്ട് പൂർണ്ണ പരാജയം, ഇതൊക്കെ ഇസ്രായേലിനെ വല്ലാതെ
വല്ലാതെ നാണക്കേടിലാക്കിയിട്ടുണ്ട്, അമേരിക്കയെ നാണക്കേടിലാക്കിയിട്ടുണ്ട്. ഹൂത്തികൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെയും അതുപോലെ തന്നെ ടാങ്കറുകളെയും തുടർച്ചയായി ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് തുടർച്ചയായി ഇസ്രായേലിനകത്തേക്ക് ആക്രമണങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ തുടർന്ന് ആയുധക്ഷാമം നേരിടുന്ന ഇസ്രായേൽ വലിയ പരാജയ ഭീതിയിലാണ്. ഈ പരാജയ ഭീതിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി, പരാജയത്തിന്റെ ഭാരം കുറക്കുന്നതിന് വേണ്ടി സിറിയയിൽ ആഭ്യന്തര കലാപമുണ്ടാക്കി ഒരു വിലപേശൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഇപ്പോൾ നടത്തുന്നത് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. മറ്റു ചില ആളുകൾ ഇവിടെ വിമതർക്കൊപ്പം ഇസ്രായേൽ ഇല്ല, അമേരിക്കയില്ല, വിമതർ അവിടെ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിൽ ഒരിക്കലും അമേരിക്കയും ഇസ്രായേലും പിന്തുണക്കില്ല എന്നൊക്കെ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ഒരിക്കലും ശരിയല്ല. ഇവിടെ സിറിയയിൽ ഈ ഒരു സമയത്ത് ഒരു ആഭ്യന്തര കലാപം പൊട്ടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണ്. ഇസ്രായേലും അമേരിക്കയും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് തന്നെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം.